ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ 6th ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ AC ജനറേറ്ററിനെ കുറിച്ചിട്ടാണ്. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റർ ആണല്ലേ. എന്തുകൊണ്ടാണ് അതിന് AC എന്ന പേര് വന്നത്? കാരണം AC ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേരീസ് വിത്ത് ടൈം അനുസരിച്ചിട്ട് ഡയറക്ഷനും അതേപോലെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന ഒരു കറണ്ടാണ് നമ്മുടെ AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജനറേറ്ററിനെ നമ്മൾ AC ജനറേറ്റർ, ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് AC ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ DC ജനറേറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AC ജനറേറ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബാച്ചുകളിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് നമ്മൾ പഠിക്കുന്നത്? AC ജനറേറ്ററിനെ കുറിച്ചിട്ടാണ്. AC ജനറേറ്റർ എന്താണ്? ഒരു ഇലക്ട്രിക് ജനറേറ്റർ ആണ്. നോക്കിക്കേ, AC ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. എന്താണ്? ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഡിവൈസാണ് AC ജനറേറ്റർ. ഇവിടെ ഏത് ഇലക്ട്രിക്കൽ എനർജിയാണ്? AC ആണ് കേട്ടോ. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് നമ്മുടെ AC ജനറേറ്റർ കൺവേർട്ട് ചെയ്യുന്നത്. ഇനിയും അതുകൊണ്ട് തന്നെ AC കറണ്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ AC ജനറേറ്ററിനെ ഓൾട്ടർനേറ്റർ എന്നും അറിയപ്പെടാറുണ്ട്. ഇനിയും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്റർ ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ് മെയിൻ കാര്യം. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിളിലാണ് നമ്മുടെ AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഏത് പ്രിൻസിപ്പിളാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ AC ജനറേറ്ററിൽ നമ്മൾ വേറെ വോൾട്ടേജ് സോഴ്സുകളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെയാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എങ്കിലും ക്വിക്കായിട്ടൊന്ന് പറയാം. നമ്മൾ ഒരു കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ആ കോയിലിലൊരു EMF ഇൻഡ്യൂസ്ഡ് ആവും. എന്താണ് പറഞ്ഞത്? ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ കോയിലൊരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ AC ജനറേറ്ററിലെ മെയിൻ പാർട്ടുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഏറ്റവും മെയിനായിട്ട് എന്തൊക്കെയുണ്ട്? നമുക്ക് രണ്ട് പോൾ പീസുകളാണുള്ളത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും, 2 പോൾ പീസുകളുണ്ട്. അതിനിടയിൽ നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ കോയിൽ. ഈ റെക്റ്റാങ്കുലർ കോയിലിനെ നമ്മൾ ആർമേച്ചർ എന്നും പറയാറുണ്ട്. എന്താണ് റെക്റ്റാങ്കുലർ കോയിൽ? കണ്ടോ? ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ കോയിൽ. ഇതിനെ നമ്മൾ ആർമേച്ചർ എന്നും പറയാറുണ്ട്. ഇനി എന്താണ്? ഈ ആർമേച്ചറിൻ്റെ എൻഡ്സിൽ നമ്മൾ 2 സ്ലിപ്പ് റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2 സ്ലിപ്പ് റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് റിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് 2 കാർബൺ ബ്രഷുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ AC ജനറേറ്ററിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ 2 പോൾ പീസുകൾ നോർത്ത് പോളും സൗത്ത് പോളും, അതിനിടയിൽ നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ, അതിൻ്റെ പേരാണ് ആർമേച്ചർ വെക്കുന്നു. ആർമേച്ചറിൻ്റെ 2 അറ്റങ്ങളിലേക്കും നമ്മൾ സ്ലിപ്പ് റിങ്സുകൾ കണക്ട് ചെയ്യുന്നു. സ്ലിപ്പ് റിങ്സുകളിൽ നിന്ന് ബ്രഷസിലേക്ക് കണക്ഷൻ പോകുന്നു. ഈ ബ്രഷസ് ആണ് നമ്മുടെ ലോഡിലേക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. ഏതാണ്? ബ്രഷസ് വഴിയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആർമേച്ചർ ഉണ്ടല്ലോ, ഈ ആർമേച്ചർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. എവിടെ? ഈ പോൾ പീസുകൾക്കിടയിൽ ആർമേച്ചർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അത് കാരണമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? AC EMF അല്ലെങ്കിൽ AC കറണ്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈ എനി ഫിസിക്കൽ മീൻസ് നമ്മൾ ഈ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആദ്യം തന്നെ നമുക്കറിയാം ഇവിടെ 2 പോൾ പീസുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്തായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡുകളുണ്ട്.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ എനി ഫിസിക്കൽ മീൻസ് നമ്മൾ ഈ ഒരു ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യമേ പറഞ്ഞു. എ സി ജനറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം അല്ലേ? അപ്പോൾ പല ജനറേറ്ററുകളിലും പല രീതിയിലാണ് ഈ ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പല രീതിയിലാണ്. നമ്മൾ തെർമൽ ജനറേറ്ററുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്ററുകളിലൊക്കെ ആണെങ്കിലോ നമ്മൾ ഹൈ വെലോസിറ്റിയിൽ ഒരു ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുന്നു. അതുവഴിയാണ് നമ്മുടെ അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്ററുകളിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. ആർമേച്ചർ എവിടെ കിടന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഒരു എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇൻ ദ ഡയറക്ഷൻ നോർത്ത് ടു സൗത്തിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മുടെ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിലാണ്. എബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിലാണ് നമ്മുടെ ഈ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ ഈ ആർമേച്ചർ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. എന്ത് സംഭവിക്കും? ആ കോയിലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അത് കാരണം കോയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സ്ലിപ്പ് റിങ്സുകളും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ബ്രഷസ് ആണെങ്കിലോ അവർ റൊട്ടേറ്റ് ചെയ്യത്തില്ല. അവരതേപോലെ എന്ത് ചെയ്യും? അവിടെ റൊട്ടേറ്റ് ചെയ്യാണ്ട് നിൽക്കുന്നവരാണ് എന്ത്? നമ്മുടെ ബ്രഷസ് എന്ന് പറയുന്നത്. പക്ഷേ സ്ലിപ്പ് റിങ്സ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആർമേച്ചർ കോയിലിൽ നിന്ന് AC കറണ്ട് സ്ലിപ്പ് റിങ്സിലേക്ക് വരുന്നു. സ്ലിപ്പ് റിങ്സ് അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രഷസിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ബ്രഷസ് അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഡിലേക്ക് AC കറണ്ടിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ബ്രഷസ് ആണ്. ലോഡിലേക്ക് നമ്മുടെ AC കറണ്ട് അല്ലെങ്കിൽ AC EMFനെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രഷസ് ആണ്. കാർബൺ ബ്രഷുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ആർമേച്ചർ റൊട്ടേഷൻ കാരണം അതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടിന്യൂസ്ലി മാഗ്നറ്റിക് ഫ്ലക്സ് മാറുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്ന സമയത്ത് എന്താ? അതിലുള്ളിൽ ഒരു EMF പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ആ EMF സ്ലിപ്പ് റിങ്സ് വഴിയും ബ്രഷസ് വഴിയും നമ്മുടെ ലോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നോക്കിക്കുക, അത് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു കോയിലത് നമ്മുടെ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? അതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാരണം കോയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു EMF പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഓൾട്ടർനേറ്റിംഗ് EMFനെ സ്ലിപ്പ് റിങ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രഷസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം സ്ലിപ്പ് റിങ്സും നമ്മുടെ ആർമേച്ചർ കോയിലുമായിട്ട് എന്താണ്? ആർമേച്ചർ കോയിലുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് റിങ്സ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ബ്രഷസ് എന്ത് ചെയ്യത്തില്ല? അവരെന്തായിരിക്കും? റൊട്ടേറ്റ് ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ ബ്രഷസ് വഴിയാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ലോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ACനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനിയും നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വെക്ടർ B ഡോട്ട് വെക്ടർ A ആണ്. വെക്ടർ B എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്. വെക്ടർ A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ വെക്ടറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? BA കോസ് തീറ്റ എന്ന് എഴുതാം. നോക്കിക്കേ, ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആര് കാരണമാണ് ഈ ജനറേറ്ററിൻ്റെ AC ജനറേറ്ററിൻ്റെ കേസിൽ മാറുന്നത്? നമുക്ക് നോക്കിയാലോ. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ 2 പോൾ പീസുകളുണ്ട്, വിച്ച് ഈസ് നോർത്ത് പോളും സൗത്ത് പോളും. ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്? നമ്മുടെ ആർമേച്ചർ കോയിൽ ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങോട്ടാണ്. ആദ്യം ആർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആർമേച്ചർ കോയിലിൻ്റെ
ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് നോർമൽ ടു ദി സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമലായിട്ടായിരിക്കും ഏരിയ വെക്ടർ എപ്പോഴും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇനിയും അടുത്തൊരു റൊട്ടേഷൻ കഴിയുമ്പം നമ്മുടെ അർമേച്ചർ കോയിൽ ഇങ്ങനെയായി. അപ്പോൾ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് തന്നെ, ഏരിയ വെക്ടർ ഇങ്ങനെയായി. അപ്പോൾ എന്താ, അടുത്ത റൊട്ടേഷൻ കഴിയുമ്പം ഇങ്ങനെ, ഏരിയ വെക്ടർ ഇങ്ങനെയായി, മാഗ്നറ്റിക് ഫീൽഡ് അത് തന്നെ. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് മാറിയത്. എന്താണ് മാറിയത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ് ഇവിടെ എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ തീറ്റ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് കാരണമാണ് നമ്മുടെ ഫ്ലക്സ് എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. ഈ തീറ്റയ്ക്ക് മാറ്റം വന്നു, അത് കാരണം ഫൈ മാറി. കാരണം ഫൈൻ്റെ ഇക്വേഷൻ എന്താ? ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റയാണ്. തീറ്റ മാറുമ്പോൾ ഫൈ മാറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനിയും നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ഇതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. തീറ്റയാണ് മാറുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പ് എന്താ പറഞ്ഞത്? നമ്മുടെ ആർമേച്ചർ കോയിൽ ഒമേഗ എന്ന ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ നമ്മുടെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. ആംഗുലർ വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ആംഗുലർ വെലോസിറ്റി ഈക്വൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? തീറ്റ വെച്ചിട്ടാണ്, ബൈ ടൈം. ഇനി ഇവിടുന്ന് നമ്മൾ തീറ്റ എഴുതുവാണെങ്കിൽ എന്ത് വരും? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. അതുകൊണ്ട് തന്നെ തീറ്റയ്ക്ക് നമ്മൾ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ബി എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ ഫൈ നമുക്ക് എങ്ങനെ എഴുതി? ബി എ കോസ് ഒമേഗ ടി എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ അർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം അവിടെ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇ എം എഫിൻ്റെ വാല്യൂ നമുക്കറിയണ്ടേ? എത്രമാത്രം ഇ എം എഫ് ആണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്കറിയാവുന്ന കാര്യമാണ് എന്താ? ഇ എം എഫ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നറിയാൻ വേണ്ടി നമ്മൾ ഫാരഡേസ് ലോ പഠിച്ചിട്ടുണ്ട്, ലെൻസസ് ലോ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഫാരഡേസ് ലോയിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന്. ലെൻസസ് ലോയിലോ ഈ ഇ എം എഫിൻ്റെ ഡയറക്ഷൻ നമ്മൾ അവിടെയാണ്, ലെൻസസ് ലോയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ലെൻസസ് ലോയും ഫാരഡേസ് ലോയും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. എന്താണ്? മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഇതെന്താണ്? ഒരു ടേൺ ഉള്ള കോയിലിൻ്റെ കാര്യമാണ്. ഒരു ടേൺ ആണുള്ളത്. പക്ഷേ നമ്മുടെ അർമേച്ചറിൽ ഒരു ടേണേ ഉള്ളൂ? അല്ല, എൻ നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്. എന്താണ്? എൻ നമ്പർ ഓഫ് ടേൺസ്, ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ ഇത് ഒരു ടേൺ വരുമ്പോൾ ഇതാണെങ്കിൽ എൻ ടേണുകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതാം. ആണല്ലോ. ഫൈ എന്താണ്? ബി എ കോസ് ഒമേഗ ടി ആണ്. എങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ബി എ കോസ് ഒമേഗ ടി. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ബി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതും? മൈനസ് എൻ ബി എ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ടൈം കോസ് ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ആണല്ലോ. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെയിൻ റൂൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? മൈനസ് എൻ ബി എ കോസ് ഒമേഗ ടിയുടെ ചെയിൻ റൂൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? കോസ് ഒമേഗ നമുക്കറിയാം, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ തീറ്റ അല്ലേ. അതേപോലെ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഒമേഗ ടി ആണ്. എന്താണ്? മൈനസ് സൈൻ ഒമേഗ ടി എന്താണ്? ഇൻറ്റു ഒരു ടി, ഒരു ഒമേഗയും കൂടെ ഉണ്ട്. എന്താണ്? ഇൻറ്റു ഒരു ഒമേഗയും കൂടെ ഉണ്ട്. കാരണം നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻറ്റു ഒമേഗ. അപ്പോൾ നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി
ഇവിടെ ഒരു അഡീഷണൽ മൈനസും കൂടെ വരുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. എന്താണ്? എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി ആണ് നമ്മുടെ ഇ എം എഫിൻ്റെ വാല്യൂ. എന്താ കിട്ടിയത്? ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതായത് നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത സമയത്ത് അവിടെ എന്തുണ്ടായി? ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായി. ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മുടെ ലെൻസസ് ലോയും ഫാരഡേസ് ലോയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വാല്യൂ കണ്ടുപിടിച്ചു. എന്താണ്? ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. ഇത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇ എം എഫ് എന്ന് പറയുന്നത് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. എന്താണ്? ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. നോക്കിക്കേ, നമുക്ക് ഇതാ ഇത്രയും ടേംസിന് ഇതാ ഇവരെ എൻ ബി എ ഒമേഗയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? E0 എന്ന് വിളിക്കാം. അത് മാക്സിമം വോൾട്ട് ഇ എം എഫ് എന്ന രീതിയിലാണ് നമ്മളത് പറയുന്നത്. ഇ എം എഫ് എന്താണത്? E0 എന്ന് നമുക്ക് വിളിക്കാം. മാക്സിമം ഇ എം എഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻ ബി ഒമേഗനെ എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമ്മൾ ഒമേഗ 0 എന്ന് വിളിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഇ എം എഫ് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മുടെ എന്ത് ഇവിടെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇ എം എഫ്. E0 എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഇ എം എഫ് ആണ്. ഇ എം എഫ് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. E0 എന്താണ്? മാക്സിമം ഇ എം എഫ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒമേഗ നമുക്കറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ അർമേച്ചറിൻ്റെ റെവല്യൂഷൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് അർമേച്ചർ ആണ് ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒമേഗ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഇ എം എഫ് ഈസ് ഈക്വൽ ടു E0 സൈൻ 2 പൈ ന്യൂ ടി. ഇങ്ങനെയും നമുക്ക് ഇ എം എഫിനെ എഴുതാനായിട്ട് പറ്റും. ഇനിയും ഇപ്പോൾ നമ്മളിവിടെ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ആണ് കണ്ടുപിടിച്ചത്. ഇതേപോലെ നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓംസ് ലോ ഉപയോഗിച്ചിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം ഓംസ് ലോ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. എങ്കിൽ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ബൈ ആർ ആണ്. ഇവിടെ വോൾട്ടേജിന് പകരം ആരാ ഉള്ളത്? ഇ എം എഫ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആറിന് പകരം ഇ എം എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. ഇ എം എഫ് എന്തായിരുന്നു? E0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ. E0 എന്ന് പറയുന്നത് എന്തായിരുന്നു? മാക്സിമം ഇ എം എഫ് ആയിരുന്നു. എങ്കിൽ E0 ബൈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? E0 ബൈ ആറിനെ വി ബൈ ആർ അല്ലെങ്കിൽ ഇ ബൈ ആർ എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. എങ്കിൽ E0 ബൈ ആർ മാക്സിമം ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്തതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് എന്ന് നമുക്ക് എഴുതാം. അതായത് E0 ബൈ ആറിന് പകരം നമുക്ക് എന്തെഴുതാം? I0 മാക്സിമം കറണ്ട് എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ വരും? I ഈസ് ഈക്വൽ ടു E0 ബൈ ആറിന് പകരം I0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇ എം എഫ് എന്താണ്? ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എ സി ജനറേറ്ററിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. അത് കാരണം ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു. ഇ എം എഫ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ആ ഇ എം എഫ് എത്രയാണ്? E0 സൈൻ ഒമേഗ ടി. ഇൻഡ്യൂസ്ഡ് കറണ്ട് എത്രയാണ്? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫും കൂടെ വരയ്ക്കണം. എന്താ? നമ്മുടെ ഇ എം എഫ്, നമ്മുടെ വോൾട്ടേജിൻ്റെയും അതേപോലെ തന്നെ കറണ്ടിൻ്റെയും നമുക്ക് ഗ്രാഫും കൂടെ പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കണ്ടേ? നമ്മളിപ്പോൾ ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു. ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. അതേപോലെ ഐ എന്ന് പറയുന്നത് എന്താണ്? I0 സൈൻ ഒമേഗ ടി ആണ്. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം നമ്മൾ എവിടെയാണ് നോർത്ത് പോൾ? നമ്മുടെ നോർത്ത് പോൾ ഇതും സൗത്ത് പോൾ ഇതുമാണ് മാഗ്നറ്റിൻ്റെ. അപ്പോൾ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഫ്രം ദി നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മളിതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ
നമ്മുടെ അർമേച്ചർ കോയിലിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പല പൊസിഷനുകളാണ് എടുക്കുന്നത്. നോക്കിക്കേ, ആദ്യം നമ്മൾ അർമേച്ചർ കോയിൽ ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയാണ്? ദാ ഇങ്ങനെയാണ് നമ്മുടെ അർമേച്ചർ കോയിൽ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാ ഇങ്ങനെയാണ് അർമേച്ചർ കോയിൽ ഇരിക്കുന്നത്. അർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഇതിൻ്റെ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഏരിയ വെക്ടർ വരാൻ. അപ്പോൾ അർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വെക്ടർ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? എപ്പോഴും അങ്ങോട്ട് തന്നെ. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡും ഇത് നമ്മുടെ ഏരിയ വെക്ടറുമാണ്. എങ്കിൽ നോക്കിക്കേ, രണ്ടു പേരുടെയും ഇടയിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണ്. എങ്കിൽ ഇവിടെ ഈ ഒമേഗ ടിയുടെ ഇവിടേക്ക് നമ്മുടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത EMF എന്താണ്? 0 EMF ആണ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിക്കേ, ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇനി ഇത് അർമേച്ചർ കോയിൽ ഇങ്ങനെയാകാൻ പോവുക. ഇങ്ങനെ ഇരുന്ന കോയിൽ ഇങ്ങനെയാകുന്നു. ഇപ്പം ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? ദാ ഈ ഡയറക്ഷനിലേക്ക് താഴേക്കാണ് ഏരിയ വെക്ടർ വരുന്നത്. അപ്പോൾ ഏരിയ വെക്ടർ ഇതും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതുമാണ്. ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ ആണ് ഇവർക്കിടയിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഈ 90 ഡിഗ്രി നേരെ നമ്മൾ ഒമേഗ ടിയുടെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ? ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ, നോക്കിക്കേ, ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ 90 ഡിഗ്രി. എന്താണ് സൈൻ 90 എന്ന് പറഞ്ഞാൽ? എന്താണ്? 1 അല്ലേ? സൈൻ π/2 എന്താ? 1 ആണ്. അപ്പോൾ EMF ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം EMF E0 ആണ് നമുക്കവിടെ കിട്ടിയത്. ഇനി അടുത്തത് നോക്കിക്കേ, ആദ്യം ഇങ്ങനെ നിന്ന് അർമേച്ചർ കോയിൽ ഇപ്പോൾ ഇങ്ങനെയായി, പിന്നെ ഇങ്ങോട്ടാകുന്നു. എന്താണ്? അർമേച്ചർ കോയിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഈ ഡയറക്ഷനാണ് നമ്മുടെ അർമേച്ചർ കോയിലിന് ഇപ്പോൾ ഉള്ള ഏരിയ വെക്ടർ എങ്ങോട്ടേക്കായിരിക്കും? ദാ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടായിരിക്കും ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ഇങ്ങോട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന ആംഗിൾ എന്താണ്? 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ ആണ്. 180 ഡിഗ്രി അല്ലെങ്കിൽ എന്താണ്? പൈ റേഡിയൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മളിത് സെയിം ഇതിലേക്ക് ഒമേഗ ടിയിലേക്ക് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ EMF ഈസ് ഈക്വൽ ടു E0 സൈൻ 180 ഡിഗ്രി അല്ലെങ്കിൽ സൈൻ പൈ. സൈൻ പൈ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. എഗെയിൻ അതെന്തായി? 0 ആയിട്ട് മാറി. ഇനി അടുത്ത കേസ് നോക്കിക്കേ, ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കേസും പറയാണ്. ആദ്യം ഇങ്ങനെ നിന്ന കോയിൽ ഇങ്ങനെയാകുന്നു, ദെൻ ഇങ്ങനെയാകുന്നു. ഇനി ഇത് തിരിഞ്ഞെന്താണ്? തിരിച്ച് ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് വരുന്നു. അപ്പോൾ എന്തായിരിക്കും? ഏരിയ വെക്ടർ ദാ മുകളിലേക്കാണ് ഏരിയ വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. ഇവർക്കിടയിൽ വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 270 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 3π/2 റേഡിയൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ 3π/2 നമ്മൾ ഒമേഗ ടിയുടെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? EMF ഈസ് ഈക്വൽ ടു E0 സൈൻ 270 എന്ന് പറയുമ്പോൾ എന്താ? ഈസ് ഈക്വൽ ടു -1 ആണ്. സൈൻ 3π/2ൻ്റെ വാല്യൂ എന്താ? -1 എന്നല്ലേ? അതായത് സൈൻ 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? -1 ആണ്. അപ്പോൾ EMF ഈസ് ഈക്വൽ ടു -E0 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനിയാണ് നമ്മുടെ ഫൈനൽ കേസ്. ഫൈനലി അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോവാം. ഇപ്പം പകുതി മുക്കാലോളമായി. ഇനിയിപ്പം ഒരു കാര്യം കൂടെ, ഒറ്റൊരു ഫേസും കൂടെ കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നമ്മുടെ കോയിൽ നിൽക്കുന്ന നമ്മുടെ അർമേച്ചർ കോയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. തിരിച്ചിത് ആദ്യത്തെ പൊസിഷൻ പോലെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ആദ്യത്തെ പൊസിഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ പോകുന്നു. അതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എന്തായിരിക്കും ഫൈനൽ സ്റ്റേജ്? നമുക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇങ്ങോട്ട് തന്നെയാണ് എന്ത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഇങ്ങനെ തന്നെ. നമ്മുടെ അർമേച്ചർ കോയിൽ തിരിച്ച് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഏരിയ വെക്ടർ ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഏരിയ വെക്ടർ ഇങ്ങോട്ട്. ഇവർക്കിടയിലുള്ള ആംഗിൾ എന്താണ്? 0 ഡിഗ്രി ആണ്. എന്താണ് ഇവർക്കിടയിലുള്ള ആംഗിൾ? 0 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് 360 ഡിഗ്രി എന്ന് പറയും. ഈ കറങ്ങി വന്ന് തിരിച്ച് അവിടെ തന്നെ വരുന്നു. 360 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? 0 ഡിഗ്രി എന്ന് പറയും. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ എന്താണ്? 2π ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 2π എന്താണ്? സൈൻ 2π എന്താ? 0 ആണ്. ഈസ് ഈക്വൽ ടു EMF ഈസ് ഈക്വൽ ടു E0 സൈൻ 2π.
അപ്പോൾ ഇവിടെ എന്താ E is equal to E0 sin 2π ആണ്. എന്താണ് sin 2π അല്ലെങ്കിൽ sin 360 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. അതായത് EMF ഇവിടെ എന്ത് തന്നെയാണ് 0 ആണ്, ഇവിടെയും EMF എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പല പൊസിഷൻസ് നമ്മൾ എടുത്തു. അവിടെയൊക്കെ ആരാ മാറിയത്? ഇവർക്കിടയിലുള്ള നമ്മുടെ ഏരിയ വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് മാറിയത്. ആ ആംഗിൾ മാറിയത് കാരണമാണ് നമ്മുടെ എന്ത് മാറിയത്? മാഗ്നറ്റിക് ഫ്ലക്സ് മാറിയത്. ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് പറ്റി? EMF പ്രൊഡ്യൂസ്ഡ് ആയി. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്തെടുക്കുന്നു? എക്സ് ആക്സിസിൽ നമ്മൾ ഒമേഗ ടി എടുക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ EMFിൻ്റെ ആണ് നമ്മൾ ആദ്യം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിൽ എന്തെടുക്കുന്നു? നമ്മുടെ EMFനെ എടുക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ 0 റേഡിയൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് π/2 റേഡിയൻ കുറച്ചും കൂടെ അകലത്തിൽ മാർക്ക് ചെയ്യാം. ഇവിടെ π/2 മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പൈ മാർക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഇവിടെ 3π/2 ആൻഡ് ദെൻ 2π വരെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2π വരെ മാർക്ക് ചെയ്യാം. ഇനി നോക്കിക്കേ, നമുക്കറിയാം EMFിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? E is equal to E0 sin ωt ആണ്. നമ്മളിത് ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ωt യുടെ വാല്യൂ 0 വരുമ്പോൾ എന്ത് വരും? ഇടയിലുള്ള ആംഗിൾ ωt എന്ന് പറയുമ്പോൾ തീറ്റയാണ്. അത് 0 വരുമ്പോഴത്തേക്ക് നമ്മുടെ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനിയും അടുത്തത് ωt π/2 വരുമ്പോൾ π/2 വരുമ്പോൾ EMF എന്ന് പറയുന്നത് sin π/2 എന്താ? 1 ആണ്. EMF എന്ന് പറയുന്നത് E0 മാക്സിമം EMF ആണ് കിട്ടുന്നത്. ഇനിയും ωtക്ക് പൈ വരികയാണ്. പൈ വരുമ്പോൾ EMF എന്ന് പറയുന്നത് എന്ത് കിട്ടും? sin π എന്താ? 0 ആണ്. എന്തായിരിക്കും? EMF 0 ആയിരിക്കും. അടുത്തത് എന്താ? ωtക്ക് നമ്മൾ 3π/2 അല്ലെങ്കിൽ 270 ഡിഗ്രി ആണ് കൊടുക്കുന്നതെങ്കിൽ 3π/2 എന്ന് പറയുമ്പോൾ EMF എന്താണ്? sin 3π/2 അല്ലെങ്കിൽ sin 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -1 എന്നാണ് ആൻസർ. -1 എന്ന് പറയുമ്പോൾ ഇതെന്ത് വരും? -E0 ആയിരിക്കും അവിടുത്തെ EMF. അടുത്തത് നമ്മൾ ωtക്ക് എഗെയിൻ 0 തന്നെ അല്ലെങ്കിൽ 2π കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ωtക്ക് 2π കൊടുക്കുകയാണെങ്കിൽ EMF എന്ത് വരും? sin 2π 0 വരും. EMF എഗെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ ഈ EMFിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും? ഈ വാല്യൂസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താ? 0യിൽ 0 ആണ് EMF. π/2 ആംഗിൾ π/2 വരുമ്പോഴത്തേക്ക് EMF എന്താണ്? മാക്സിമം ആണ്. പൈയിലേക്ക് എത്തുമ്പോഴത്തേക്ക് EMF എന്തായി? വീണ്ടും 0 ആയി. 3πയിൽ എത്തുമ്പോൾ വീണ്ടും എന്താണ്? EMF മാക്സിമം. 2πയിൽ എത്തുമ്പോൾ 0. നോക്കിക്കേ, അവിടെ ഇപ്പോൾ നമുക്ക് EMF മാക്സിമം കിട്ടിയ EMFകളെ നമുക്ക് ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ E0, ഇത് -E0. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു സൈനസോയിഡൽ ഷേപ്പാണ് അല്ലേ? ഒരു സൈനിൻ്റെ ഗ്രാഫാണ്. ഒരു സൈനസോയിഡൽ ഷേപ്പാണ് നമുക്ക് ഈ ഗ്രാഫിന് കിട്ടിയിരിക്കുന്നത്. അതായത് സമയം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ EMFിൻ്റെ ഡയറക്ഷനും അതേപോലെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതെന്താണ്? സമയം മാറുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ഓൾട്ടർനേറ്റിംഗ് EMF ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരുന്നു? I is equal to I0 sin ωt ആണ് I എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മൾ EMFിൻ്റെ ഗ്രാഫ് ഓൾറെഡി പ്ലോട്ട് ചെയ്തു. EMFിൻ്റെ ഫേസ് ആംഗിൾ എന്താ? ωt. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എന്താണ്? ωt. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെയിം ഇതേപോലെ തന്നെയുള്ളൊരു ഷേപ്പ്, ഒരു സൈനസോയിഡൽ ഷേപ്പ് തന്നെ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്താലും ഇതേപോലൊരു സൈനസോയിഡൽ ഷേപ്പ് തന്നെ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിന് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ടും സമയം മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ കറണ്ട്? എന്താ? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരണം? ഒരു സൈനസോയിഡൽ ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമ്മുടെ AC ജനറേറ്ററിന് വരേണ്ടത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആദ്യം തന്നെ എന്താണ് AC ജനറേറ്റർ എന്ന് പറഞ്ഞു. അതൊരു ഇലക്ട്രിക് ജനറേറ്റർ ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. കാരണം ഈ AC ജനറേറ്ററിന് നമ്മൾ വേറെ വോൾട്ടേജ് സോഴ്സുകളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഇത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണിത് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കൺവേർഷൻ എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. പിന്നെ നമ്മൾ എന്താ മെയിൻ പാർട്ടുകൾ പറഞ്ഞു. 2 പോൾ പീസുകളുണ്ട്, ഇടയിലൊരു ആർമേച്ചർ ഉണ്ട്, ആർമേച്ചർ കോയിലുണ്ട്. ഈ ആർമേച്ചർ കോയിലിൻ്റെ എൻസിൽ 2 സ്ലിപ്പ് റിങ്സുകളുണ്ട്. അതിൻ്റെ എൻസിൽ എന്തുണ്ട്? അവിടെ 2 ബ്രഷുകളുണ്ട്. ഈ ബ്രഷുകൾ വഴിയാണ് നമ്മൾ ലോഡിലേക്ക് എന്ത് ചെയ്യുന്നത്? AC-യെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ്? ഫ്ലക്സ് ചേഞ്ച് കണ്ടുപിടിച്ചു, അതിൻ്റെ ഇക്വേഷൻ, അതായത് EMF എത്രമാത്രം ഇൻഡ്യൂസ്ഡ് ആയി എന്നുള്ളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എത്ര EMF എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിച്ചു. അതേപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ അതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഒരു സൈനിൻ്റെ ഗ്രാഫ്, ഒരു സൈനസോയിഡൽ ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. അതായത് ടൈം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡയറക്ഷനും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് നമുക്ക് EMF-നും അതേപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിനും കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും യൂസ്ഫുൾ ആയെന്നും വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you all.